സുഹൃത്തുക്കളെ, നീ ഒരാളായി ഇരിക്കാം ശരിയാണ്, പക്ഷേ നമുക്ക് അറിയില്ല നല്ലത് എവിടെയാണ് എന്ന്. കഴിയാം ദൈവം നിന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നിനക്ക് കുട്ടികൾ ഇല്ല, നീ വന്ധ്യയാണോ, അതുകൊണ്ട് നീ സഹോദരന്റെ കുട്ടികളെ പരിപാലിക്കാനാണ്. കഴിയാം ദൈവം നിന്നെ സന്താനരഹിതനാക്കിയത് ഒരു സംഘടനയിൽ 10 അനാഥരെ പോറ്റാനായി ആയിരിക്കാം. കഴിയാം ദൈവം നിന്റെ മക്കളെ ഒരു വാഹനാപകടത്തിൽ മരിപ്പിച്ച് നിന്നെ ഒറ്റയാക്കിയത് നീ കൂടുതൽ ഭക്തിയോടെ ജീവിക്കാനായി ആയിരിക്കാം. കഴിയാം നീ ഭക്തിയിൽ കുറവ് കാണിച്ചിട്ടുണ്ടാവാം, അച്ഛനും അമ്മയോടുള്ള കടമയിൽ പിഴച്ചിട്ടുണ്ടാവാം. അതിനാൽ ദൈവം നിന്നെ ഈ ആരാധനയ്ക്കായി വേർതിരിച്ചു. നമുക്ക് അറിയില്ല ആരാണ് ദൈവം സാക്ഷാൽ. നമുക്ക് അറിയില്ല ഏത് തിരഞ്ഞെടുപ്പാണ് മികച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതിൽ പോലും നല്ലതുണ്ടാകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ പോലും ദോഷമുണ്ടാകാം. ദൈവം ഈ വാക്യത്തിന്റെ അവസാനം പറഞ്ഞത് എന്താണെന്നാൽ, ദൈവം അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. നിനക്ക് അറിയില്ല, അതിനാൽ ഭയപ്പെടേണ്ട. നീ ഒറ്റയ്ക്കാണെന്ന് കരുതേണ്ട. നിനക്ക് കുട്ടികളില്ലെന്നു വിഷമിക്കേണ്ട. നിനക്ക് പെൺമക്കളില്ലല്ലോ, നിനക്ക് സന്താനം ലഭിച്ചില്ല, നിന്റെ മക്കൾ മരിച്ചുപോയി. ഞാൻ ഏകാന്തനായി, നിന്റെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും നിന്നെ വിട്ടുപോയി. അത് പ്രശ്നമല്ല. ദൈവത്തോടൊപ്പം ഇരിക്കൂ. ദൈവത്തോടൊപ്പം ഇരിക്കുന്നവരോട് ദൈവം കൂടെയിരിക്കും. ദൈവം എപ്പോഴും ഭയഭക്തിയുള്ളവരോടൊപ്പമാണ്. ദൈവം സദാചാരമുള്ളവരോടും വിശ്വാസികളോടും കൂടെയുണ്ട്. ദൈവത്തോട് അടുത്തുള്ള ഓരോ മനുഷ്യനോടും അവൻ കൂടെയുണ്ട്. അവൻ പരിശുദ്ധനും ഉന്നതനുമാണ്. അവന്റെ അച്ഛൻ അബൂ താലിബ് അബ്ദുൽ മുത്തലിബ് മരിക്കുന്നു. ക്ഷമിക്കണം, അബ്ദുൽ മുത്തലിബ് ആണ് മരിക്കുന്നത്. അബ്ദുൽ മുത്തലിബിന്റെ മരണസമയത്ത് മരണവേദനകൾ വന്നപ്പോൾ അവൻ മുന്നറിയിപ്പുകൾ ഇല്ലാതെ പെട്ടെന്ന് മരിച്ചു. പ്രവാചകന്റെ അമ്മാവനായ അബ്ദുല്ലയുടെ സഹോദരനാണ് അബൂ ത്വാലിബ് എന്നതിനാൽ അദ്ദേഹം മകൻ അബൂ ത്വാലിബ് എന്ന് പേരിട്ടു. അബൂ താലിബ് പ്രവാചകന്റെ അമ്മാവനാണ്. അവന്റെ സഹോദരൻ അബൂ താലിബ് അബ്ദുല്ലയുടെ സഹോദരൻ, അതായത് പ്രവാചകന്റെ അച്ഛൻ. വീണ്ടും പറയാം, പ്രവാചകൻ യുടെ പപ്പൻ അബ്ദുൽ മുത്തലിബ് ഇപ്പോൾ മരണത്തിന്റെ വക്കിലാണ്, മരണവേദനയിലാണ്. അവൻ തന്റെ മകൻ അബൂ താലിബിനെ വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരന്റെ മകനെ, പ്രവാചകനെ നന്നായി നോക്കണം എന്ന് ഉപദേശിച്ചു. എന്തുകൊണ്ട് പ്രവാചകന്റെ അമ്മാവന്മാരിൽ നിന്ന് അബൂ താലിബിനെയാണ് തിരഞ്ഞെടുത്തത്? കാരണം അബൂ താലിബ് പ്രവാചകന്റെ അച്ഛനായ അബ്ദുല്ലയുടെ സഹോദരനാണ്. കൽബൻ